നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീസ് അൽ മർഉ മഅമൻ അഹബ്, ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അയാളെ കൂടിയായിരിക്കും ആഖിറത്തിൽ എന്ന ഹദീസാണ്. കാരണം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഇഷ്ടമാണ്, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പ്രിയമുണ്ട്, ഉമർ റളിയല്ലാഹുവിനോട് ഇഷ്ടമുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ചില റിപ്പോർട്ടുകളിൽ വന്ന പ്രയോഗം തന്നെ എടുത്തുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, വഇല്ലം യഅമൽ അമലഹും, സ്വാലിഹീങ്ങളുടെ അമല് നമുക്കില്ലെങ്കിലും അവരോടുള്ള മഹബത്തിന്റെ കാരണം ആ മഹാന്മാരുടെ കൂടെ അവരെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ ഒരു സീറ്റ് അള്ളാഹു നൽകുന്നതാണ്. ഇതിനാണ് നമ്മൾ ഉറൂസ് പരിപാടിയും അനുസ്മരണ പ്രോഗ്രാമുകളും മറ്റൊക്കെ സംഘടിപ്പിക്കുന്നതും മഹാന്മാരോട് ഹുബ്ബ് ഉണ്ടാവുന്നതും അവരെ സിയാറത്ത് ചെയ്യുന്നതും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത് ഇല്ലാത്തൊരു ടീമാണ് അസുന്നികൾ. അസുന്നികൾക്ക് ഇങ്ങനെ ഇല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും തബ്ലീഗിന്റെ ടീം മൗലിദ് എല്ലുന്നുണ്ടല്ലോ? മുജാഹിദാർ മൗലിദ് എല്ലുന്നുണ്ടല്ലോ? ഇല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാർ മൗലിദ് എല്ലോ? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിനെയോ തബ്ലീഗിനെയോ മുജാഹിദിനെയോ കാണിച്ചിട്ട് അയാളോട് ദ്വാരപ്പിച്ചോളി, ദ്വാക്ക് ഉത്തരണ്ടെന്ന് വേറൊരാളെങ്കിലും പറയുന്നത് കേട്ടില്ല? അതുമില്ല. ഒരു ഡ്രൈ ടീമാണ്, ഉണങ്ങിയ വരണ്ട ടീമാണ്. ഇവരുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഗേറ്റിലേക്ക് കയറി വരുമ്പം തന്നെ മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് അത്യാദി പുത്തമ്പാതി പാടില്ല എന്ന് കരീം ഉസ്താദ് എന്തിനാ എഴുതി വെച്ചതെന്ന് നമ്മളൊന്ന് പഠിക്കണമല്ലോ. എന്തിനാന്ന് വെച്ചാൽ ഒരു പച്ചപ്പില്ലാത്തൊരു കൗമാണ് ഈ വഹാബികൾ, അസുന്നികൾ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മുജാഹിദുകാരൻ്റെ, ഒരു ജമാഅത്തുകാരൻ്റെ, ഒരു തബ്ലീഗുകാരൻ്റെ ഉപ്പയോ ഉമ്മയോ ഈ മുക്കത്തോ മാവൂരോ കോഴിക്കോടോ വെച്ച് വല്ല ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് വിചാരിക്കാം. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഖത്തറിലോ കുവൈത്തിലോ എവിടെയോ ഉള്ളതെന്നും സങ്കല്പിക്കുക. പെട്ടെന്ന് അർജൻറ്റ് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിന് വന്നു. ഇവിടെ എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് ഖബറടക്കത്തിന് ഒരുക്കാണ്. ആ മുഖം കണ്ടപ്പം തന്നെ ഇവരൊക്കെ കരഞ്ഞുപോയി. ഈ ജമാഅത്തുകാരനായ മോന്, അയാളെ ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അപ്പം ഈ മക്കള് നിഷ്കളങ്കരാണ്. കഴിഞ്ഞ ആഴ്ച വരെ ബോട്ടിമിൽ വീഡിയോ കോള് ഉപ്പാപ്പ വിളിച്ചിട്ട് മോള് വരുമ്പോൾ ഉപ്പാപ്പക്ക് എന്താ കൊണ്ടുവരുത്തെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഉപ്പാപ്പല്ലേ ഉപ്പാപ്പോ എന്നിട്ട് ഇങ്ങനെ കരയാൻ പോവാ. കരഞ്ഞോണ്ട് ഈ മോള് ദ്വാരക്കണം. ആ കുട്ടി നിഷ്കളങ്കയാണ്, 2ാം ക്ലാസ്സിലെ കുട്ടി. ആ കുട്ടി ഉപ്പാപ്പാക്ക് നീ സ്വർഗം സ്വർഗം എന്ന് പറയുമ്പോ തന്നെ നിന്ന് സ്വർഗം കൊടുക്കുക, എന്താ സാധനം കൊടുക്കണേന്നാണ് ദ്വാരക്കാൻ വിചാരിച്ചത്. പക്ഷെ എന്ന് പറയുമ്പോ തന്നെ ഈ കുട്ടീൻ്റെ ശരീരത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരനായ ഉപ്പാൻ്റെ കൈ പോയിട്ട് ഒരു നുള്ളു കൊടുത്തിട്ടു, വാൻലൈസാന് ഇല്ല മാസ മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല, അറിയില്ലേ? ഇതാണ് ജമാഅത്ത് ഇസ്ലാമി, ഇതാണ് മുജാഹിദ്. നിങ്ങൾ വിചാരിക്കണ്ട ഒരു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇയാളെന്തോ ആന്ത്രോപോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ എന്നല്ല. മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കാൻ പറ്റാത്ത വരണ്ട തത്വശാസ്ത്രത്തിൻ്റെ ടീമാണ് എന്നർത്ഥം. എന്നാൽ പോട്ടെ, ജീവിച്ചിരിക്കുന്നവർ നടത്തേണ്ട കൂട്ടുപ്രാർത്ഥന ഇവർക്ക് പറ്റുമോ? അതും പറ്റൂല. ഒരു മുജാഹിദുകാരനായ ചെറുപ്പക്കാരൻ്റെ നിക്കാഹ് ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. നിക്കാഹ് വൈകുന്നേരം ഒന്നും അല്ല സുന്നത്ത്, രാവിലെയാണ് സുന്നത്ത്. പിന്നെ നമ്മളെ നാട്ടിൽ വൈകുന്നേരം നിക്കാഹ് ആവാനുള്ള കാരണം കാപ്പി കൊടുക്കുമല്ലോ നിക്കാഹിന് ശേഷം. കാപ്പിക്ക് സ്യൂട്ടായ സമയം വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് ഇട്ടതാണ്. ശരിക്കും രാവിലെയാണ് നിക്കാഹ് സുന്നത്ത്. അങ്ങനെ സുന്നി പള്ളിയിലാണ് നിക്കാഹ് നടക്കുന്നത്. അടുത്ത മുദരിസ് ഉസ്താദ് ഒരു സയ്യിദാണ്, നല്ല കിതാബിയായ ആളാണ്. 10-200 മുത്തഅല്ലിമീങ്ങളുണ്ട്, വലിയ ദർസാണ്. അസിസ്റ്റന്റ് മുദരിസുമാർ തന്നെ 3 ആളുണ്ട്. മദ്രസ മുഅല്ലിമീങ്ങളായ ഉസ്താദ്മാരും 10-15 ആളുണ്ട്. വലിയ മഹല്ല, 500 ആൾ ഒരുമിച്ച് കൂടിയ മഹല്ല്. 499 ആൾ ഈ തങ്ങൾ ഉസ്താദ് അടക്കം ദ്വാരക്കുമ്പോൾ ആമീൻ പറയുന്നുണ്ട്. എന്ത്? അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദാ, ഈ ചെറുപ്പക്കാരനായ ഷഫീഖിൻ്റെയും വബൈന മൻകൂഹതിഹി, ഇയാളുടെ വധുവിൻ്റെയും ഇടയിൽ നീ ഇണക്കി ചേർത്ത് കമാ അല്ലഫ്ത ബൈന നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്തു ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, തങ്ങളെയും ഭാര്യമാരൊക്കെ ഇണക്കി ചേർത്ത പോലെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇവനെയും ഒരുമിച്ച് കൂട്ടണേ. എല്ലാവരും ആമീൻ പറയും.
ഉസ്താദ് ദ്വായിരുന്നു 498 ആളും ആമീൻ പറയും. ഈ മുജാഹിദാരനെ പുതിയാപ്പിള ദ്വാർക്കോ ആമീൻ പറയും? ഇല്ല. ഇവന് ഫുട്ബോളിനും ഫ്രീ കിക്കിനൊക്കെ നിൽക്കുന്ന മുതൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്ത ദുആ, ബാറക്കല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. ശിഥിലമാകുന്ന ദാമ്പത്യ ബന്ധം എന്നാണ് ലോകത്ത് എല്ലായിടത്തും വയലിൻ്റെ വിഷയം തന്നെ. ഈ ബന്ധം നീ ശിഥിലമാക്കല്ലേ. ഈ ചങ്ങ ഇത് വേർക്കുമ്പോൾ ആമീൻ പറയും? ഇല്ല. ബാക്കി എല്ലാവരും ആമീൻ പറയും. അല്ലാഹുമ്മ അഖ്റിജ് മിൻഹുമാ ദുരിയത്തുൻ ത്വയ്യിബതൻ നാഫിഅതൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ ദമ്പതിമാർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാക്കണേ. ലഹരി ഉപയോഗിക്കുന്ന യുവത എന്നാണ് പ്രഭാഷണത്തിൻ്റെ മാറ്റർ തന്നെ. അങ്ങനെ ഒന്ന് ഇക്കുട്ടികളാക്കല്ലേ. ഇവൻ ആമീൻ പറയും? ഇല്ല. എന്താ ആമീൻ പറയാത്ത? ഞാൻ വേറെ തന്നെ ഒരു പ്രത്യാശാസ്ത്രത്തിൻ്റെ ആളാണ്. എനിക്ക് നിങ്ങളാരും ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്തോളാം. ഇവൻ എന്താ വിളിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളി, എനിക്കറിയില്ല. ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ മക്കൾക്ക് സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ. അത് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്. സ്വാലിഹീങ്ങളെ ചരിത്രം ചെറുപ്പത്തിൽ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. ആണുങ്ങൾക്ക് അതിനൊന്നും ചിലപ്പോൾ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. മൊത്തം ഭാര്യയ്ക്ക് കൊട്ടേഷൻ കൊടുക്കലാണ് നമ്മുടെ ഒരു പരിപാടി. ഉസ്താദിൻ്റെ അടുത്ത് തന്നെ ഹയാത്ത് കാലത്ത് വന്ന് അല്ലെങ്കിൽ വേറെ ഉസ്താദുമാരുടെ അടുത്ത് വന്നാൽ 41 ദിവസം ബദരീങ്ങളെ വലിയ യാസീൻ ഒതുക്കോളി എന്ന് പറഞ്ഞാൽ നമ്മൾ തല ചൊറിനോണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്നെ ഓതണോ അല്ല ഭാര്യനെ കൊണ്ട്